വോട്ടെടുപ്പ് നടന്നപ്പോൾ ചേച്ചിക്ക് വലിയ, അതായത് ഇപ്പോൾ മേയറായിരിക്കുന്ന മിനി ചേച്ചിക്കും അതുപോലെ തന്നെ ഷൈനി മാത്യു, ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയ വോട്ടിൻ്റെ 1/3 വോട്ട് പോലും ചേച്ചിക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ അകത്ത് എന്താണ് വാസ്തവം? അല്ല, അങ്ങനെ ഒരു വോട്ടെടുപ്പ് നടന്നിട്ടില്ല. അപ്പോൾ അവർ കള്ളമാണോ പറയുന്നത്? പ്രധാനപ്പെട്ട ഒരു വിവാദമായൊരു വിഷയമെന്ന് പറയുന്നത് ചേച്ചി കണ്ടു കാണും, ബാംഗ്ലൂരിൽ നടന്ന ആ ഒരു കുടിയൊഴിപ്പിക്കൽ. അതിൻ്റെ അകത്ത് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? അല്ല, അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയ റഹീം ഈ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇവിടെ ഈ വിഴിഞ്ഞം പ്രശ്നം ഉണ്ടായപ്പോഴും ഇപ്പോൾ മൂലംപള്ളിയുടെ പ്രശ്നം ഉണ്ടായപ്പോഴും ഒന്നും ഇവരെ ആരും കണ്ടിട്ടില്ലല്ലോ. ഇവരെ ഈ ഇത്തരം സമരങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ഇവിടുന്ന് കർണാടകയിൽ പോയിട്ട് അവിടെ സമരം നടത്തി ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവിടെ കോൺഗ്രസ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്നതിൽ കവിഞ്ഞൊന്നും നമുക്കതിനെ കാണേണ്ടതായിട്ടില്ല. BJP ഗവൺമെൻറ് ചെയ്യുന്ന പോലെ ഒരു ബുൾഡോസർ രാജ് എല്ലാം അവിടെ ചെയ്തെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഒരു പാർപ്പിടം കൊടുത്തിട്ടല്ലേ ഇത് പൊളിക്കേണ്ടത്. അതൊരു സാമാന്യമല്ല, അതിൽ കൂടി കുറച്ച് സാവകാശം കൊടുക്കേണ്ടി. വയനാട് വീട് വയ്ക്കുന്നതിന് വേണ്ടി ഇതേ ഗവൺമെൻറ്, ഇതേ കർണാടക ഗവൺമെൻറ് അല്ലേ കോടിക്കണക്കിന് രൂപ ഇവിടെ ഓഫർ ചെയ്തത്? അതെന്തുകൊണ്ടാണത് ആ ഓഫർ എടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമാന്തം കാണിച്ചതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇറങ്ങിപ്പോവില്ലേ 3 മാസം കഴിഞ്ഞാൽ? എന്ത് ചെയ്തു അവർ? ഈ വെള്ളാപ്പള്ളി നടേശൻ ആയി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടെന്നാണ് ചേച്ചി കരുതുന്നത്? ഞാൻ പറയുന്നത് സമുദായ നേതാക്കൾ എല്ലാവരും ഈ സമൂഹത്തിന് ആവശ്യമുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും അതാത് സമുദായങ്ങളുടെ താന്തോന്നിയായി പോയി എന്ന് വേണമെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് പറയാം. അച്ഛൻ ഇല്ല, ഇപ്പൊ മരിച്ചുപോയി. ഞാൻ ഈ പൊളിറ്റിക്സിലേക്കൊക്കെ പോകുന്നതിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. KSUവിൽ ഇനിയും പ്രവർത്തിച്ചാൽ, KSUവിൻ്റെ കൊടി പിടിച്ചാൽ മകളെ ഇനിയും കാണാൻ പറ്റുമെന്ന് വിചാരിക്കില്ല. ഈ ഫോൺ കോൾ കിട്ടിയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കോളേജിൽ നിന്ന് ചെല്ലുന്നത്. അപ്പം ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിവാദമായൊരു വിഷയമെന്ന് പറയുന്നത് ചേച്ചി കണ്ടു കാണും, ബാംഗ്ലൂരിൽ നടന്ന ആ ഒരു കുടിയൊഴിപ്പിക്കൽ. അതിൻ്റെ അകത്ത് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? അല്ല, അത് കുടിയൊഴിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത് ഏറ്റവും ഭംഗിയായി തന്നെ അവർക്ക് താമസിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കി. അത് ചെയ്തു. പക്ഷെ അത് ആദ്യം അത് ചെയ്തിട്ടല്ലായിരുന്നു കുടിയൊഴിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു പോരായ്മ സംഭവിച്ചില്ലേ? മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം അത് നേരത്തെ തന്നെ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു അവിടെ അവർ പ്ലാൻ ചെയ്തിട്ട് തന്നെ ആയിരിക്കും അത് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്ന കുടിയൊഴിപ്പിക്കലുകൾ ആലോചിച്ച് നോക്കൂ. കുടിയൊഴിപ്പിച്ചിട്ട് എത്രയോ കാലമായിട്ട് അവർക്കൊന്നും ഒരു താമസം കിട്ടാത്ത ഒരു സാഹചര്യം കൊച്ചിയിൽ തന്നെ ഉണ്ടല്ലോ, എറണാകുളത്ത് തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് നമ്മൾ കുടി ഒഴിപ്പിക്കുന്ന സമയത്ത് ഒഴിപ്പിക്കുന്നവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അതിഭീകര, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ വിഴിഞ്ഞത്തറിയാലോ. വിഴിഞ്ഞത്ത് കുടിയൊഴിപ്പിച്ച് അവസാനം അവർ സിമെന്റ് ചാക്കുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് പോയി ജീവിക്കേണ്ടി വന്നു. പെൺകുട്ടികൾക്കൊന്നും അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾ പോലും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കർണാടകയിൽ സംഭവിച്ചത് നേരെ വിപരീതമാണ്. അവർക്ക് ഏറ്റവും ഭംഗിയായ രീതിയിലുള്ള ഫ്ലാറ്റ് സമുച്ചയം കൊടുക്കുന്ന തീരുമാനങ്ങളിലേക്ക് വന്നിട്ടുണ്ടല്ലോ. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഉള്ളൊരു പ്രശ്നം ചേച്ചി, ഈ കൊടും തണുപ്പാണ്. ഒരു സംശയം നമുക്കില്ല, ഡിസംബർ മാസം കൊടും തണുപ്പാണ്. രാത്രി 3 മണിക്കാണ് പോയി പൊളിച്ച് തകർത്തത്. അത് വേണമെങ്കിൽ രാവിലത്തേക്ക് അത് ചെയ്യാമായിരുന്നു, അത് ചെയ്തില്ല. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഈ പാവപ്പെട്ട 3000 കുടുംബങ്ങൾ, അത് ഇപ്പോൾ പലരും കാണിക്കുന്നു അതൊരു മുസ്ലിം വിഷയമായിട്ടൊന്നും കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനകത്ത് ദളിതരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവർക്കും കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ തമ്മിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു 60-70% മുസ്ലിങ്ങളായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അതും തീരെ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത. അല്ല, അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയ റഹീം ഈ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇതിൻ്റെ അകത്തൊക്കെ പൂർണ്ണമായും രാഷ്ട്രീയമാണ്. അതുണ്ടല്ലോ. ഇവിടെ ഈ വിഴിഞ്ഞം പ്രശ്നം ഉണ്ടായപ്പോഴും ഇപ്പോൾ മൂലംപള്ളിയുടെ പ്രശ്നം ഉണ്ടായപ്പോഴും ഒന്നും ഇവരെ ആരും കണ്ടിട്ടില്ലല്ലോ. ഇവരെ ഈ ഇത്തരം സമരങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ഇവിടുന്ന് കർണാടകയിൽ പോയിട്ട് അവിടെ സമരം നടത്തി ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവിടെ കോൺഗ്രസ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്നതിൽ കവിഞ്ഞൊന്നും നമുക്കതിനെ കാണേണ്ടതായിട്ടില്ല. അവിടെ എന്തായാലും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അവർക്ക് താമസിക്കാനുള്ള പാർപ്പിട സമുച്ചയം മാന്യമായിട്ടുള്ള ഉണ്ടാവും. പക്ഷേ നമ്മളെല്ലാം അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറെയും ശരിയാണ്. ഇപ്പം ട്രോളുകളിൽ ഒരു കഥാപാത്രമായി മാറിയെങ്കിൽ പോലും അദ്ദേഹം അവിടെ പോയതിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും ഞാൻ ചോദിക്കുന്ന ചേച്ചി, ഈ എങ്ങനെയൊക്കെ നമ്മൾ കൂട്ടി വായിച്ചാലും BJP ഗവൺമെൻറ് ചെയ്യുന്ന പോലെ ഒരു ബുൾഡോസർ രാജ് എല്ലാം അവിടെ ചെയ്തെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം
ഒരു പാർപ്പിടം കൊടുത്തിട്ടല്ലേ ഇത് പൊളിക്കേണ്ടത്. അതൊരു സാമാന്യമല്ല, അതിൽ കൂടി കുറച്ച് സാവകാശം കൊടുക്കേണ്ടി. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് എന്താണ് അതിൻ്റെ അകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായതെന്നുള്ളത് തെറ്റ് തിരുത്തി, ആ തെറ്റ് സംഭവിച്ചവർ തിരുത്തി 180 പേർക്കും 180 ഫ്ലാറ്റുകൾ ഈ 3000 പേർക്കും ഭംഗിയായിട്ട് കിടക്കാനുള്ള അവസരം അവർ കൊടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ പലതവണ പറഞ്ഞിരുന്നു എന്നാണ്, മാറണമെന്ന് പറയുകയും മാറാൻ തയ്യാറാകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ ആയാലും അത് അവിടുത്തെ ഗവൺമെന്റ് ചെയ്തത് ഏറ്റവും മാതൃകാപരമായിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് അവർ ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറയട്ടെ, വയനാട് വീട് വയ്ക്കുന്നതിന് വേണ്ടി ഇതേ കർണാടക ഗവൺമെന്റ് അല്ലേ കോടിക്കണക്കിന് രൂപ ഇവിടെ ഓഫർ ചെയ്തത്? അതെന്തുകൊണ്ടാണത് ആ ഓഫർ എടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമാന്തം കാണിച്ചതിൻ്റെ കാരണം എന്താണ്? അത് നടപ്പിലാക്കിയിട്ടില്ലല്ലോ ഇതുവരെ. ഇപ്പം വയനാട് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ അതിൻ്റെ അകത്ത് സ്ഥലം പോലും എടുക്കാതെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുവാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇറങ്ങിപ്പോവില്ലേ 3 മാസം കഴിഞ്ഞാൽ? എന്ത് ചെയ്തു അവർ? അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും റഹീമിനൊന്നും പറയാനില്ല, വിഴിഞ്ഞത്തൊന്നും പറയാനില്ല, മൂലമ്പള്ളിയിലൊന്നും പറയാനില്ല. കേരളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിലും പറയാനില്ലാതെ കർണാടകയിൽ പോയി നിന്നുകൊണ്ട് ഈ വർത്തമാനം പറയുന്നതിൻ്റെ ഉദ്ദേശം രാഷ്ട്രീയമാണെന്നുള്ളത് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായി. അല്ല, രാഷ്ട്രീയമാണെന്നുള്ളതിൽ ആർക്കും സംശയമില്ല. കാരണം അത് വ്യക്തമായിട്ട് നമുക്കറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വ്യക്തമായി തന്നെ കോൺഗ്രസിലേക്ക് ഒഴുകി. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ, അതായത് ന്യൂനപക്ഷങ്ങളിൽ പ്രധാനപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ തന്നെ. അതിന് ഏറ്റവും വലിയ തെളിവാണ് മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഉണ്ടായ വലിയ മുന്നേറ്റം. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിൽ ഒരാളെപ്പോലും പേരിനൊരു കനൽത്തരീനെ പോലും വിജയിപ്പിക്കാൻ CPM സാധിച്ചില്ല. അവരത് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ ആയി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടെന്നാണ് ചേച്ചി കരുതുന്നത്? അതായത് വെള്ളാപ്പള്ളി ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള വാക്കുകളാണെന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ സ്വന്തം വണ്ടിയിൽ അത്രത്തോളം ന്യൂനപക്ഷ വിരുദ്ധത പറയുന്ന ഒരു വ്യക്തിയെ സ്വന്തം ഞാൻ പറയുന്നത് സമുദായ നേതാക്കൾ എല്ലാവരും ഈ സമൂഹത്തിന് ആവശ്യമുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും അതാത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അതിനപ്പുറമായി കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പം തന്നെ BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അതൊരു സാമുദായിക സംഘടനയല്ലല്ലോ. അപ്പോൾ അതിനോട് ഏറ്റവും താതാത്മ്യം പ്രാപിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് താങ്കൾ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങളൊക്കെ മനസ്സിലാകും കേരളത്തിലെ ജനങ്ങൾക്ക്. അത് സമുദായ സംഘടനകൾ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വേണം പ്രവർത്തിക്കാൻ, അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. രാഷ്ട്രീയത്തിലേക്ക് ഒരു പരിധി വിട്ട് അവരൊന്നും ഇടപെടാതിരിക്കുന്നതാണ് അഭികാമ്യം. നമ്മുടെ ഒരു സോഷ്യൽ സിസ്റ്റത്തിന് നല്ലത് അത് തന്നെയായിരിക്കും. മതങ്ങളുടെ ഉത്തരവാദിത്തം രാഷ്ട്രീയമല്ലല്ലോ. അല്ലെങ്കിൽ അത് വിട്ട് അവർ രാഷ്ട്രീയത്തിലേക്ക് വരണം, രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്നിട്ട് പ്രവർത്തിക്കട്ടെ. അല്ല, അങ്ങനെ ചെയ്താൽ NDP നായർ സമുദായത്തിൽ നിന്നും പണ്ട് NDP എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് അത് ശിഥിലമായി ഇപ്പം നാമമാത്രമാണെന്ന് പോലും പറയാനില്ലാത്ത രീതിയിൽ ഇല്ലാതായി പോയില്ലേ? അല്ല, രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ കാരണം മതം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. മതം, ജാതി എന്നൊക്കെ പറയുന്നത് അതിനെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തേക്ക്, ഭരണരംഗത്തേക്ക് കൂട്ടിക്കലർത്തുക എന്ന് പറഞ്ഞാൽ മതവും നമ്മുടെ ഭരണ സംവിധാനവും എപ്പോഴും രണ്ടായിരിക്കണം. മഹാത്മാഗാന്ധി മുതലുള്ള മുഴുവൻ ആളുകളും, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും, അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലാണ്, എല്ലാവരും നമ്മുടെ നേതാക്കൾ മുഴുവൻ, രാജ്യത്തെ നേതാക്കൾ മുഴുവൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ളത് അതാണ്. മതത്തെയും രാഷ്ട്രീയത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. മതം മതമായിട്ട് നിൽക്കട്ടെ. മതത്തിന് വേണ്ട സഹായങ്ങൾ, അവർക്ക് വേണ്ട ഏത് മതസ്ഥരായാലും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത്. അത് നിർവഹിക്കാൻ അവർ തയ്യാറാകണം. അത് നിർവഹിക്കാൻ തയ്യാറാകാത്ത പക്ഷം ആ അവകാശം ചോദിക്കാനുള്ള ഉത്തരവാദിത്വവും സാമുദായിക അല്ലെങ്കിൽ മത നേതാക്കൾ, ഞങ്ങൾക്ക് ഈ അവകാശം ലഭിക്കേണ്ടതാണ്, ഞങ്ങൾക്ക് ഇത് ലഭിച്ചിട്ടില്ല എന്ന് ചോദിക്കാം. പക്ഷേ അതിനപ്പുറമായി നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ വേണം ചെയ്യാൻ എന്ന് ആഹ്വാനം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഏറ്റവും നല്ല കൃത്യമായ നിലപാടാണത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. ഇങ്ങനെ പറയുന്നതോടൊപ്പം തന്നെ സ്വന്തം സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ ചോദിക്കാം, അതുപോലെ അല്ല അതിനുവേണ്ടി ആവശ്യപ്പെടാം.
അതിനുവേണ്ടി മറ്റൊരു മതത്തെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യരുതെന്നും കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അതിപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നാണെങ്കിലും ഹൈന്ദവ സമുദായത്തിൽ നിന്നാണെങ്കിലും ക്രൈസ്തവ സമുദായത്തിൽ നിന്നാണെങ്കിലും ഏത് സമുദായത്തിൽ നിന്നാണെങ്കിലും അങ്ങനെ ചെയ്യരുതെന്നും കൂടിയുള്ള ഇതില്ലേ? ഇപ്പോ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ എന്തുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയല്ലേ. ഇതിൻ്റെ അകത്ത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഏറ്റവും സൗഹാർദ്ദമായി ഈ രാജ്യത്ത് ജീവിക്കണം. ആ ജീവിക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് മാറി ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും വേർതിരിച്ച് രണ്ട് തട്ടുകളായി വിഭജിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നതിനോടാണല്ലോ ഈ രാജ്യത്ത് നമുക്ക് വിയോജിപ്പുള്ളത്. അത് ഭൂരിപക്ഷത്തിന് വേണ്ടി നിൽക്കുന്നതും തെറ്റാണ്, ന്യൂനപക്ഷത്തിന് വേണ്ടി നിൽക്കുന്നതും തെറ്റാണ്. പക്ഷേ അതേസമയം ഞാൻ അതിനോട് അനുബന്ധിച്ച് പറയുകയാണ്, ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും ഒക്കെ അവകാശങ്ങൾ അവർക്ക് വേണ്ട അവരുടെ ക്ഷേമം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമാണ് ഒരു ഭരണകൂടത്തിന്. പ്രീണിപ്പിക്കുക എന്നുള്ളതില്ല അല്ലേ? ഇതിപ്പം ന്യൂനപക്ഷ പീഡനവും ഭൂരിപക്ഷ പീഡനവുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നത്. കേരളത്തിൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്നുണ്ടോ ചേച്ചി? ഇല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനം ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒക്കെ ഒരുപോലെ അതത്രേ ഉള്ളൂ പ്രസ്ഥാനമാണ്. നമ്മളുടെ കോൺഗ്രസിന്റെ ഐഡിയോളജി തന്നെ. BJP ഇപ്പൊ ചെയ്യുന്നത് എന്താ കേരളത്തില്? BJP ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഭൂരിപക്ഷ പീഡനത്തോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം BJPയെ സംബന്ധിച്ച് കേരളത്തിലെ നയമല്ല ഉത്തർപ്രദേശിലെ നയം. അതെ കാണുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ടല്ലോ. ക്രിസ്മസ് രാത്രികളിലൊക്കെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അൾത്താറുകൾ പൊളിക്കുകയും അവിടെ ആരാധനാലയങ്ങളും പൊളിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ ഇവിടെ വരുമ്പോൾ പള്ളിമേടകളിലും ബിഷപ്പുമാരെയും സന്ദർശിക്കുന്നു എന്നുള്ളതാണ്. ഈ ക്രിസംഖികൾ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ ക്രിസംഖികൾ. അപ്പോൾ അതൊക്കെ ജാതിയെയും മതത്തെയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന ആ ഒരു മനോഭാവം അത് നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ സംസ്ഥാനത്തിനോ ഒരിക്കലും നന്നാവില്ല. പ്രത്യേകിച്ച് കേരളം പോലെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഈ ജാതി മത വ്യവസ്ഥിതികൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലത്ത് ആ വ്യവസ്ഥിതികളുടെ പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ചവരാണ്. പിന്നീട് നവോത്ഥാനം വരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിലൊക്കെ കേരളം വളരെയധികം മുന്നോട്ട് പോയി. അപ്പോൾ മുന്നോട്ട് പോയ ആ കേരളത്തെ വീണ്ടും അതിലേക്ക് പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കറക്റ്റ്, അതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഇതിലുള്ള അഭിപ്രായം തന്നെ ചേച്ചി അത് പറഞ്ഞു കഴിഞ്ഞു. ചേച്ചി, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, പല പ്ലാറ്റ്ഫോമുകളിലും കണ്ടെന്ന് മാത്രമല്ല പല നേതാക്കന്മാരുടെ വായിൽ നിന്നും കേട്ടത്, അതായത് മുഖ്യധാര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത്, വോട്ടെടുപ്പ് നടന്നപ്പോൾ ചേച്ചിക്ക് വലിയ, അതായത് ഇപ്പോൾ മേയറായിരിക്കുന്ന മിനി ചേച്ചിക്കും അതുപോലെ തന്നെ ഷൈനി മാത്യു, ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയ വോട്ടിൻ്റെ 1/3 വോട്ട് പോലും ചേച്ചിക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ അകത്ത് എന്താണ് വാസ്തവം? അല്ല, അങ്ങനെ ഒരു വോട്ടെടുപ്പ് നടന്നിട്ടില്ല. അപ്പോൾ അവർ കള്ളമാണോ പറയുന്നത്? വോട്ടെടുപ്പ് നടന്നിട്ടില്ല. വോട്ടെടുപ്പ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ KPCCയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അത് KPCC എന്നുള്ള ഒരു പ്രതിനിധി, അവിടെ ചാർജുള്ള ഒരാൾ വരണം, വന്നിട്ട് അവരുടെ സാന്നിധ്യത്തിൽ അവരാണ് അത് നടത്തേണ്ടത്. അത് രഹസ്യമായിട്ട് ചെയ്യണമല്ലോ. അങ്ങനെയാണെങ്കിൽ വോട്ടെടുപ്പ് ഇപ്പോൾ ചെയ്തത് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള 2 ആളുകളുടെ മുമ്പിൽ വെച്ചാണ്. മുമ്പിൽ വന്ന് ഓപ്പണായിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അതിനെ സുതാര്യതയും ഇല്ല. അത് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായില്ല. അപ്പൊ അത്തരത്തിലെടുത്തതിനെ വോട്ടെടുപ്പെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും അത് രഹസ്യമായിട്ട് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ രഹസ്യമായിട്ട് നടത്താൻ തയ്യാറാകാത്തത് എന്താണ് എന്നത് മാത്രമാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ടുള്ളത്. രഹസ്യമായിട്ട് നടത്തിയാൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് ഏറ്റവും അധികം പിന്തുണ എനിക്ക് ലഭിക്കുമെന്നുള്ള. അത് ഇത് ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. കാരണം അങ്ങനെ ആരാണ് കണക്ക് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഈ കണക്ക് ആരുടെ കയ്യിലാണുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ആ കണക്ക് കിട്ടി എന്ന് പുറത്തു വിടണമെങ്കിൽ അത് നടത്തിയ ആളുകളുടെ കാര്യത്തിൽ സുതാര്യതയുണ്ടാവും. അത് KPCCയുടെ ഒരു നേതൃത്വത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. KPCCയുടെ ചാർജുള്ള ആൾ വന്ന്
നടത്തേണ്ട ഒരു കാര്യമാണ്. അതിനു പകരം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരാൾ ഇപ്പം ഞാൻ ആരുടെയും പേരിൻ്റെ അത് പറയാതിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഒരു വിവാദത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്ക് സീറ്റ് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞ് സീറ്റ് കിട്ടിയ ഒരാൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് മറ്റൊരാളുടെ പേര് പറയില്ലല്ലോ. അതെ അതെ തീർച്ചയായിട്ടും അതെ. അപ്പോൾ ചിലപ്പോൾ അയാൾക്ക് ആഗ്രഹം അതായിരിക്കും, ചിലപ്പം അവരുടെ ആഗ്രഹം മറ്റൊരാളെ പറയാനായിരിക്കും ആഗ്രഹം, പക്ഷെ അവർക്കത് അങ്ങനെ പക്ഷെ അതുകൊണ്ട് എന്ന് മാത്രമല്ല ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ കോർ കമ്മിറ്റി കൂടി എടുക്കും എന്നുള്ളതായിരുന്നു DCC പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ പക്ഷേ അതിനുശേഷം ഒരു കോർ കമ്മിറ്റി വിളിച്ചിട്ടില്ല. ഇതിന് ചാർജ് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾ ഉൾപ്പെടെ ഉള്ളവർ കൂടി ആലോചിച്ച് കോർ കമ്മിറ്റിയിൽ ആയിരുന്നു ഈ ഒരു ഡിസിഷൻ വരേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു കോർ കമ്മിറ്റി വിളിച്ചിട്ടില്ല. സുതാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നിട്ടില്ല. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ വെളിയിൽ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, ചേച്ചിക്ക് വോട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ചേച്ചി എനിക്ക് വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ചോദ്യത്തോട് തന്നെ ഞാൻ പ്രതികരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇനി മറുപടി പോലും മറുപടി പറയാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് വോട്ട് കുറവാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെ, ആരാണ് നടത്തിയത്, എങ്ങനെയാണ് നടത്തിയത് എന്നൊക്കെയുള്ള ചോദ്യം. അതെ, ഒരു KPCC ജനറൽ സെക്രട്ടറി എന്നൊരു ചേച്ചി ആരാ നടത്തിയെന്നെങ്കിലും അറിയാനുള്ള ഒരു ഉത്തരവാദിത്തം ആരാ നടത്തിയെന്നല്ല, ആര് നടത്തണം എന്നുള്ളത് KPCC, ഞാനും KPCC ഭാരവായി, ആര് നടത്തണം എന്നുള്ളതിന്റെ KPCCയുടെ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു അഭിപ്രായ വോട്ടെടുപ്പ് അവിടെ നടന്നിട്ടില്ല. അപ്പോൾ അത് യഥാർത്ഥ ഒരു വാർത്തയായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ചേച്ചി, ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നഗരം, അതായത് കൊച്ചി നഗരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 നേതാക്കൾക്ക് ചേച്ചിയോടൊരു വിമുഖതയുണ്ട്. അല്ലെങ്കിൽ ചേച്ചി ഉയർന്നു വരുന്നത് അവരുടെ നിലനിൽപ്പിന്, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയത്തിന് വലിയ പ്രശ്നമാവും, അല്ലെങ്കിൽ വലിയ വിഘാതം സൃഷ്ടിക്കും എന്നതുകൊണ്ട് വേണ്ട, അത്യാവശ്യം ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്, ചിലപ്പോൾ ഇനി വലിയ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പോയാൽ അത് പിന്നീട് വലിയ രീതിയിൽ പല രീതിയിൽ ബാധിക്കും. പേരൊന്നും ഞാൻ പറയുന്നില്ല, പലയിടത്തുനിന്ന് കേട്ട കാര്യങ്ങളാണ് കേട്ടോ. ഈ കോൺഗ്രസ് ഹാൻഡിലുകളിൽ ഇങ്ങനെ വന്ന് കേൾക്കുന്ന ചെറിയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചേച്ചിയോട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു വെട്ടുനിരത്തിലാണോ സംഭവിച്ചിരിക്കുന്നത്? അറിയില്ല. അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ ചേച്ചിക്കെതിരെ ഒരു നിലപാടെടുത്തൊന്നും ചേച്ചി വിശ്വസിക്കുന്നില്ല? എനിക്കറിയില്ല. അതിൻ്റെ ഒരു ഉത്തരത്തിലുള്ള ഒരു അറിയാം, പക്ഷേ ചേച്ചിക്ക് പറയാൻ കഴിയില്ല. അതല്ലേ സത്യം. നമുക്ക് ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ ചെകഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ചേച്ചി പെട്ടെന്ന് അങ്ങനെ ഒരാൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള ഒരു കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ ഒരു സംസാരം. ചേച്ചിക്ക് പക്ഷേ അതിനെക്കുറിച്ചൊരു അറിവില്ല. അറിയാം, പക്ഷെ പറയില്ല. അതല്ലേ ചേച്ചി, അതല്ലേ എൻ്റെ നിലപാട്. അറിയാം, പക്ഷേ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പറയുന്നില്ല. എനിക്കതിനെ പറ്റി അറിയില്ല, അതുകൊണ്ട് പറയാത്തതാണ്. നമുക്കൊരു കാര്യം ഞാനത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കതിന് ഇനി വ്യക്തത ഉണ്ടാവാതെ പറയും. ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈമിൽ എനിക്കത് പറയാനുള്ള കാര്യങ്ങൾ അറിയില്ല. അതേ ഉള്ളൂ. അതുപോലെ തന്നെ ചേച്ചി, ഈ മധ്യ തിരുവിതാംകൂറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പത്തനംതിട്ട, അതായത് ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു കമ്മ്യൂണിറ്റികൾ ഏകദേശം തുല്യമായിട്ട് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ പറഞ്ഞ ഈ 4 ജില്ലകൾ, മധ്യ തിരുവിതാംകൂർ. ഇവിടെ ഒരു RSS കാസ അച്യുതണ്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഇത് അടിസ്ഥാനപരമായി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ജാതി മതങ്ങളെ വച്ച് വോട്ട് കിട്ടുക, രാഷ്ട്രീയം നടത്തുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് വിചാരധാരയാണ്. ആ വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട് ശത്രുക്കൾ ആരൊക്കെയാണ്. ക്രിസ്ത്യാനികൾ ശത്രുക്കളുടെ പക്ഷത്താണ്. അതുകൊണ്ടാണല്ലോ ഉത്തരേന്ത്യയിലും മണിപ്പൂരിലും ഒക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നത്. ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്തത്, കുർബാന നടത്താൻ പറ്റാത്തത്, അൾത്താരകൾ തല്ലിപ്പൊളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് ഇത്തരം സംഘടനകൾ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കാൻ കഴിയുക? അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തുന്നത് തന്നെ ഒരു വിഭാഗീയ പ്രവർത്തനമല്ലേ? ഒരു ജാതി അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഇടയിലേക്ക് അവരുടെ അതേ മതസ്ഥരായിട്ടുള്ള ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംഘമായി
വിടുക. അത് ക്രിസംഖികൾ എന്നാണല്ലോ നിങ്ങൾ ചോദിച്ചത്. അതെ അതെ അതെ. ക്രിസംഖികൾ എങ്ങനെയാണ് അവിടെ പ്രചരണം നടത്താൻ കഴിയുക? അപ്പോൾ അത് നമ്മുടെ ആളുകൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ കുറച്ചെങ്കിലും വിജയിക്കുന്നുണ്ടെന്നാണ് പലയിടത്തുനിന്നും. അതിനൊരു ഉദാഹരണമാണ് PC ജോർജ്, ഷോൺ ജോർജ് തുടങ്ങിയിട്ടുള്ളവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ കോട്ടയം ജില്ലയിൽ പലയിടത്തും അധികാരത്തിൽ പോലും എത്തുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് ആ ഒരു സംവിധാനം. അവരൊക്കെ അൾത്താര തകർക്കുന്നതും കുർബാന നടത്താൻ പറ്റാതിരിക്കുന്നതിനോടും യോജിക്കുന്നുണ്ടോ? യോജിക്കുന്ന രീതിയിലല്ലേ ഈയിടെ സംസാരിച്ചത്. അതായത് പാലക്കാട് RSS കരോളിന് പോയ കുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ ഷോൺ ജോർജ് എടുത്ത നിലപാട് കണ്ടിരുന്നോ? ചേച്ചി കണ്ടിരുന്നോ അത്? ഷോൺ ജോർജ് എടുത്ത നിലപാട് എന്താണെന്നറിയാം? തിരിച്ചു ചോദിക്കുകയാണ്. മര്യാദയ്ക്ക് കരോൾ നടത്തിയിരുന്നെങ്കിൽ അടി കിട്ടുകയില്ലായിരുന്നു. അവരൊന്നും കരോൾ നടത്തിയത് വേറെ മദ്യപിച്ചിട്ടെങ്ങാണ്ടോ ആയിരുന്നു എന്നുള്ള രീതിയിലാണ്. എന്താണ് പറയേണ്ടത്? അതിനകത്തൊക്കെ എന്താണ് പറയേണ്ടത്? അതും 10-16 വയസ്സുള്ള പിള്ളേര് മദ്യപിച്ചിട്ടായിരുന്നു കരോൾ നടത്തിയത്. കരോൾ പാർട്ടികൾ നടക്കുന്നതും ഇതൊക്കെ കാലാകാലങ്ങളിൽ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ കരോള് നടത്തുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല. അല്ല, നമ്മൾ മലപ്പുറത്ത് കണ്ടില്ലേ ഒരു വൈബാണത്. അതെ, പിന്നെ ഞങ്ങളൊക്കെ എത്ര നടത്തി. ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്. ഞാൻ എത്രയോ തവണ കരോൾ, ഞാൻ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഇതും വേഷം കെട്ടി ഞങ്ങൾ കരോൾ നടത്തിയിട്ടുണ്ട്. അത് ക്രിസ്മസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിയോ ഒക്കെ കരോൾ നടത്തും. ആ പിള്ളേരൊക്കെ എത്ര സന്തോഷത്തോടെ ഒരുമിച്ച് പോകുന്നത്. പിന്നെ അതിനകത്ത് ക്രിസ്ത്യനും ഉണ്ടാവും, മുസ്ലിമും ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും. പിന്നെ അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തിനിടയിലാണ് ആ കരോൾ പാർട്ടി പോയ പിള്ളേരെ പിടിച്ചു തല്ലുക, എന്നിട്ട് ഇതുപോലുള്ള ആളുകൾ പറയുക അത് കള്ളു കുടിച്ചിട്ടാണെന്നൊക്കെ പറയുക. അതൊക്കെ അവര് മറുപടി പറയട്ടെ. അത് എന്താണെന്നുള്ള ജനത്തിന് മനസ്സിലാവും. അതെ അതെ, ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ മതവർഗീയത വെളിയിലേക്ക്. പിന്നെ ഷോൺ ജോർജിനൊക്കെ സംഭവിച്ചിരിക്കുന്ന നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. വേറെ നിവൃത്തിയില്ല. UDF എടുക്കുകയല്ല, LDF എടുക്കുകയല്ല, BJP ഉള്ളു ശരണം. അപ്പൊ പിന്നെ അവരെന്തു ചെയ്താലും ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷെ ഞാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം എന്നോട് പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ പോകാറുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അവരുടെ അന്നദാനം പോലെയുള്ള പരിപാടികൾ, അതിലെല്ലാം പോകും. ഞാനൊരു പൊതുപ്രവർത്തകയാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ളവർ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ കോൺഗ്രസ് ആയതുകൊണ്ടാണ്. ഞാൻ കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ക്ഷേത്രത്തിലും മുസ്ലിം പള്ളികളിലെ ആവശ്യങ്ങൾക്കും ക്രിസ്ത്യൻ പള്ളികളിലെ ആവശ്യങ്ങൾക്കും ഒരുപോലെ പോകാൻ കഴിയുന്നത്. അതാണ് ആത്മാവ്, ഇന്ത്യയുടെ ആത്മാവാണത്. അതാണ് കോൺഗ്രസ്. തന്നെയാണ് എൻ്റെ യാഥാർത്ഥ്യവും. എവിടെയായിരുന്നു ജനനം? ജനിച്ച സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ അത് ചെങ്ങന്നൂരായിരുന്നു. കാരണം എൻ്റെ അമ്മ വീട് ചെങ്ങന്നൂരാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യത്തെ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അമ്മ വീട്ടിൽ ആണ് ജനനം. അവിടെ വെച്ചായിരുന്നു. അവിടെ ജനനമായിരുന്നെങ്കിലും ഞാൻ വളർന്നതും പഠിച്ചതും എല്ലാം എറണാകുളത്തായിരുന്നു. കാരണം എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ജോലി ചെയ്തിരുന്നത്, എൻ്റെ പപ്പ എയർഫോഴ്സിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവിടെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോലി ചെയ്യുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ എൻ്റെ അമ്മ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും എറണാകുളത്ത് സെറ്റിലായി എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും, ഞങ്ങൾ കുട്ടികൾ ഇവിടെ തന്നെ ആയിരുന്നു. എത്ര പേരാണ് നിങ്ങൾ? എനിക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്. എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ നമ്മുടെ എറണാകുളത്ത് തന്നെ സെറ്റിൽഡ് ആണ്. അതെ അതെ അതെ. അപ്പോൾ അച്ഛൻ ആദ്യം എയർഫോഴ്സിലായിരുന്നു. അവിടുന്ന് തിരികെ വന്നതിന് ശേഷം അവിടെ 15 വർഷം കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ അവർക്ക് റിട്ടയർ ചെയ്യാം. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവിടെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോലി ചെയ്യായിരുന്നു. രണ്ടുപേരും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി ചെയ്തത്. അപ്പോൾ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ളൊരു കുടുംബത്തിലാണ് ജനിച്ചത്. ദൈവം സഹായിച്ച് അത് അത്യാവശ്യം ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒന്നും കുറവൊന്നും വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ബേസിക്കലി എൻ്റെ ഫാദറിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് തിരുവല്ല അടുത്ത് മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മളുടെ പാലോമറ്റം എന്ന് പറയുന്ന കുടുംബത്തിൽ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പാലമറ്റം അല്ലേ? പാലമറ്റം സിനിമ അതൊരു ഞങ്ങളുടെ ഒരു ബിഗ് ഫാമിലി പേരാണ്. ഞങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ വരുന്ന പേരാണ്. അതിൽ തന്നെ തടത്തേൽ എന്ന് പറയുന്ന കുടുംബം മല്ലപ്പള്ളിയുള്ള അവിടെയാണ് എൻ്റെ പിതാവിൻ്റെ സ്ഥലവും ഒക്കെ ഉള്ളത്. അവരെല്ലാവരും തന്നെ അവിടെ പലരും നാട്ടിൽ തന്നെ കുറേ പേര് വിദേശത്തുമൊക്കെ ആയിട്ട് നമ്മുടെ കുടുംബം. അതുപോലെ ആ മധ്യ തിരുവിതാംകൂർ ഏരിയയിലെല്ലാം നമ്മുടെ ഇഷ്ടംപോലെ ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ എയർഫോഴ്സിലായിരുന്നു അച്ഛൻ, അമ്മ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. അപ്പം സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്ത് കൃത്യമായിട്ട് ഇവരുടെ ഒരു വാത്സല്യം കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അങ്ങനൊന്നുമില്ല. ഒന്നുമില്ല, ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്.
ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്, കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. എന്താ എപ്പോഴും വിളിച്ചാൽ വെളിപ്പുറത്ത് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എയർഫോഴ്സിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും വരാൻ പറ്റുമോ? അല്ല, അതെന്റെ വളരെ ചെറിയ പ്രായത്തിലായിരുന്നു. ഞാനൊരു എനിക്ക് തോന്നുന്നു ഞാനൊരു 2nd 3rd സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴത്തേനും പുള്ളി തിരിച്ചിങ്ങി വന്നു. പിന്നെ ഇവിടെ ആയിരുന്നു, എറണാകുളത്ത് തന്നെ. വലിയ വലിയ സർപ്രൈസുകളൊക്കെ തരുന്ന ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. എങ്ങനെ അച്ഛന്റെ ഓർമ്മകൾ? അച്ഛൻ ജീവിച്ചില്ല, ഇപ്പൊ മരിച്ചുപോയി. പപ്പയുടെ മരണപ്പെട്ടിട്ട് ഇപ്പൊ 5-6 വർഷമായി. പപ്പ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എന്ന് മാത്രമല്ല, വല്ലാത്ത ഒരുതരം രാജ്യസ്നേഹം എന്നിലേക്ക് പകർന്നു തന്നത് അദ്ദേഹമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എയർഫോഴ്സിലായിരുന്നോണ്ടായിരിക്കും ഇന്ദിരാഗാന്ധി ആ യുദ്ധത്തില്, അതായത് ബംഗ്ലാദേശ് യുദ്ധ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം 71-72 അല്ലേ? അതെ അതെ, ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഭയങ്കര ആരാധകനായിരുന്നു, എല്ലാവരെയും പോലെ. ആ കാലഘട്ടത്തിൽ എല്ലാവരും പ്രത്യേകിച്ച് ഇവര് ഡിഫൻസിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ആരാധന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ എന്നെ വല്ലാതെ എന്നിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഗ്രാൻഡ് മദർ പഴയ നമ്മളീ പഴയ 7th സ്റ്റാൻഡേർഡ് വരെ അതത്രയൊക്കെ അന്ന് പഠിക്കില്ല. എൻ്റെ മദറിൻ്റെ അമ്മ അവരും അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു കോൺഗ്രസ് വിശ്വാസത്തിലുള്ള ആളും. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അവിടെ പോയി നിൽക്കുമ്പോൾ എനിക്ക് പലപ്പോഴും സ്വാതന്ത്ര്യ സമരവും ഇന്ദിരാഗാന്ധിയും ഒക്കെ അവരാരാധിച്ചിരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് പകർന്നിട്ടുണ്ട്. അതൊക്കെ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ അടുത്ത അമ്മയിലേക്കാണ് പോകേണ്ടത്. അല്ല, അച്ഛൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് അമ്മയിലേക്ക് പോകാം. അച്ഛൻ എന്തെങ്കിലും ഇങ്ങനെ എയർഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ നമ്മുടെ ചില സിനിമയിലൊക്കെ പറയുമല്ലോ, വലിയ വലിയ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് വല്ലപ്പോഴും മാത്രം കാണുന്ന അച്ഛൻ, ചെറുപ്പകാലത്തിലെ കാര്യമാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് മുതലാണ് അച്ഛൻ ഇവിടെ തന്നെ ആയത്, 3rd സ്റ്റാൻഡേർഡ്. അപ്പം ഏകദേശം 10 വയസ്സ് വരെ അച്ഛൻ എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒക്കെ സമ്മാനങ്ങളുമായിട്ട് വരുന്ന ഒരു വ്യക്തി ആയിരുന്നായിരിക്കണം അല്ലേ? അതെ, വല്ലപ്പോഴും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും സർപ്രൈസുകൾ അല്ലെങ്കിൽ അച്ഛൻ്റെ വരുന്നു എന്ന് പറയുന്നത് അന്നെന്തോ ഒരു ഉത്സവ പ്രതീതിയുള്ള അത് പക്ഷെ ഭയങ്കര തീരെ ചെറിയ പ്രായത്തിലായിരുന്നു കേട്ടോ. പിന്നീടൊക്കെ ഇങ്ങനെ പുള്ളി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ വളരെ എൻ്റെ പൊളിറ്റിക്സിൽ ഒരാളും എന്നെ പ്രോത്സാഹിപ്പിക്കാതിരുന്ന സമയത്തും വലിയ വാക്കുകൾ കൊണ്ടൊന്നുമല്ല, അത് ഭയങ്കര കൂടുതൽ സംസാരിച്ച് നമ്മളെ പിന്തുണയ്ക്കുന്ന ആ ഒരു സ്വഭാവക്കാരനല്ലായിരുന്നു. പക്ഷേ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. പത്രത്തിൽ എന്തെങ്കിലും വാർത്ത വരുമ്പോഴും ഒക്കെ നമ്മൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരുമായിരുന്നു. ഞാനിതിന് സപ്പോർട്ടാണ് എന്ന് നാവുകൊണ്ട് പറയില്ല, പക്ഷെ എനിക്ക് ആ ഫീൽ എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലായതുകൊണ്ടാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഒരു ഒരു റോൾ മോഡലായിട്ട് കാണുന്നത് അച്ഛനെ തന്നെയായിരുന്നായിരിക്കും അല്ലേ? അല്ല, റോൾ മോഡലായിട്ട് ഞാൻ അച്ഛനെയും അമ്മയും കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അമ്മയുടെ ഓർമ്മകളിലേക്ക് പോവാം. അമ്മയും ജീവിച്ചിട്ടുണ്ട്. അമ്മ എങ്ങനെയായിരുന്നു? അമ്മ യഥാർത്ഥത്തില് തുടക്കത്തിലൊക്കെ ഞാൻ ഒരു അക്കാഡമിക്കലി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ഞാൻ ഈ പൊളിറ്റിക്സിലേക്കൊക്കെ പോകുന്നതിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. കാരണം അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ പോകണം, ഒരു കോളേജ് അധ്യാപികയാകണം എന്നൊക്കെയുള്ളത് അവരങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് മുതലേ ഈ പറയുന്ന പോലെ വേണമെങ്കിൽ താൻ തോന്നിയായി പോയി എന്ന് വേണമെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് പറയാം. മഹാരാജാസ് കോളേജ് പോലുള്ള ഒരു ക്യാമ്പസിൽ വളരെ ശക്തമായ SFI നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ അവരെ സത്യത്തിൽ ഞാൻ അവരുടെ ഒരു അവസ്ഥ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അവർ ഭയപ്പെട്ടിട്ടുണ്ടാവും പലപ്പോഴും. അതുപോലുള്ള ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി ഇപ്പം എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഭയമുണ്ടല്ലോ, ആ ഭയം അവർക്ക് ചിലപ്പോൾ അന്നുണ്ടായിട്ടുണ്ടാവാം. പലപ്പോഴും ഫോൺ കോളുകളൊക്കെ പല കോളുകളും വരും, മകള് വീട്ടിലെത്തില്ല, മകളുടെ കൈയും കാലും തല്ലി ഓടിക്കും, KSUവിൽ ഇനിയും പ്രവർത്തിച്ചാൽ, KSUവിന്റെ കൊടി പിടിച്ചാൽ
മകളെ ഇനിയും കാണാൻ പറ്റുമെന്ന് വിചാരിക്കില്ല. അപ്പം ഈ ഫോൺ കോൾ കിട്ടിയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കോളേജിൽ നിന്ന് ചെല്ലുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെയാണ് ചെല്ലുന്നത്. കാരണം സംഘടനാ പ്രവർത്തനം, എന്തെങ്കിലും ഒരു മീറ്റിംഗ്, കോളേജിൻ്റെ അകത്തുള്ള മീറ്റിംഗ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. സാധാരണ ആളുകൾ 4:30 എത്തുമെങ്കിൽ ഞാൻ 5:30, 6 മണിക്കൊക്കെ വീട്ടിൽ ആ സമയത്ത് എത്താറുള്ളൂ. അപ്പം ആ മണിക്കൂറുകളൊക്കെ അവർക്ക് വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് 89-90 മുതൽ 89-90 ഞാൻ ആദ്യമായിട്ട് 90 മഹാരാഷ്ട്ര 95 വരെ മഹാരാഷ്ട്ര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലോ കോളേജിലായിരുന്നു. അപ്പോൾ അത് ആ മണിക്കൂറുകളൊക്കെ അവർക്ക് ഭയങ്കര ഭയം ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ എനിക്ക് അസാമാന്യമായ ധൈര്യമായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു അന്നത്തെ ധൈര്യം ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. അന്ന് ഞാൻ